ഹലോ, ഇന്ന് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ചിക്കനും മീനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിംഗ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ചേർക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുള്ളൊരു പാകത്തിനാവുന്ന സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചിക്കന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ടിട്ടുള്ളത്. കളറൊന്ന് മാറി വരുന്ന സമയത്ത് 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴാണ് നമ്മുടെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താൻ നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലകളുടെയൊക്കെ ആ കുത്തുന്ന ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. ആദ്യം ചിക്കനിൽ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് ചിക്കൻ ഉണ്ടാകും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കിടന്ന് കുറച്ച് സമയം ഒന്ന് കുക്കാവണം. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറുനാരങ്ങയുടെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ഒന്ന് പിഴിഞ്ഞു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൽമാസിലേക്കുള്ള ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഡോയിൽ നിന്ന് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ഒരു ഡോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. അതിനുശേഷം 2 കൈ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ഡോ വെച്ചിട്ടും ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം.
ഇതൊന്ന് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് മറ്റൊരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കരുത്, കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് നമുക്കിത് വേണ്ടത്. എന്നാലേ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് ഈ കൽമാസിൽ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മുളകിൻ്റെ കൂട്ടിൽ ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഇത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചെറുതായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൽമാസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.